ഡേ 2 ഓഫ് പോണ്ടിച്ചേരി. ഇവിടുത്തെ ഒരു ഫേമസ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ്. പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സ്പോട്ട് ആയിരുന്നു കേട്ടോ ഇത്. ടഡാങ്! കണ്ടില്ലേ, അവിടെയും ഒരു ജനപ്രവാഹമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ അവിടുത്തെ റഷ് കണ്ടപ്പോ ഇനിയെങ്ങാനും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് വെറുതെ കൊടുക്കുന്നുണ്ടോ എന്നായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചത്. എനിവേ, ഇതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒരു ടേബിളും നമ്മൾ ഒപ്പിച്ചു, കുറച്ച് ഐറ്റംസും വാങ്ങി. ഈ ഐറ്റംസിന്റെ ഒക്കെ പേര് ഓർത്ത് വെക്കാന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് ആണ്. അതുകൊണ്ട് എല്ലാം ഞാൻ മറന്നുപോയി. ഈ കൂട്ടത്തിൽ കാണുന്ന ആ ഒരു കേക്ക് ഇല്ലേ, അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. എങ്ങാനും നിങ്ങൾ ഇവരുടെ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗിവ് ഇറ്റ് ട്രൈ. അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ചു വരുന്ന വഴി ഒരു അടിപൊളി താമരക്കുളവും ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. ലക്ഷ്യം റൂം ആണെങ്കിലും നമ്മൾ എത്തിപ്പെട്ടത് സുഡിയോയിലായിരുന്നു കേട്ടോ. കുറച്ച് പൈസ പോണ്ടിച്ചേരിയിലെ സുഡിയോയില് കണക്കാക്കിയിട്ടുണ്ടാവും അല്ലെ, പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. കുറച്ചല്ല, കുറച്ചധികം കണക്കാക്കിയിട്ടുണ്ട്. പാക്കറ്റിന്റെ ഒരു സൈസ് കാണുന്നില്ലേ? അല്ലെങ്കിലും ഗേൾസ് ഷോപ്പിങ്ങിന് ഇറങ്ങിയ ഇത് തന്നെയായിരിക്കും അല്ലേ അവസ്ഥ. സമയം നട്ടുച്ചയായിട്ടുണ്ട്. പോരാത്തതിനാണെങ്കിൽ നല്ല വെയിലും അതിലേറെ ചൂടും. അതുകൊണ്ട് ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് ജ്യൂസും വാങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. ആ സമയത്താണ് പുറത്തുനിന്നൊരു ബഹളം കേൾക്കുന്നത്. ഈ സമയത്ത് എന്റെ ഊഹം തെറ്റിയില്ല കേട്ടോ. അതെ, ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന കാഴ്ചയായിരുന്നു ഇത്. പാട്ടൊക്കെ പാടി പൂക്കളൊക്കെ വിതറി അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നു. ഒരാളുടെ മരണത്തെ എങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നതെന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നിയേക്കാട്ടോ. പക്ഷെ അവരുടെ റിച്വൽസ് പ്രകാരം മരിച്ചയാൾക്ക് ഈ ഭൂമിയിൽ നിന്നും മോക്ഷം കിട്ടിയിരിക്കുന്നു. ഇനി അവരെ വളരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുക എന്നൊക്കെയുള്ള വിശ്വാസമാണ്. കൂടുതൽ അറിയേണ്ടവർക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിലുണ്ട്. അങ്ങനെ നല്ലൊരു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയപ്പോ ഒന്ന് പുറത്തിറങ്ങി. അല്ല, അടുത്ത ജനപ്രവാഹത്തിലേക്ക് ഇറങ്ങി എന്ന് വേണം പറയാൻ. അതെ, ഏദൻ ബീച്ച്. ഇന്നലെ റീൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തെങ്കിലും റഷ് കാരണം ഞങ്ങൾക്ക് എവിടുന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനി പോകുന്ന സ്ഥലത്ത് വെച്ച് എത്ര ആൾക്കാരുണ്ടെങ്കിലും എത്ര പേര് നോക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും റീൽ എടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി ഞാൻ ഇവിടുത്തെ തിരക്കൊന്ന് കാണിച്ചു തരാം. ജനപ്രവാഹമായതുകൊണ്ട് തന്നെ ബീച്ചിന്റെ സൈഡിലോട്ട് നമ്മൾ അധികം പോയിട്ടില്ല. ചെറിയൊരു ഗാർഡൻ സ്പേസിൽ നിന്നിട്ട് റീൽ എടുക്കാനുള്ള തീരുമാനത്തിലെത്തി. ഇനി നമ്മൾ എടുത്ത ആ ഒരു റീലൊന്ന് നിങ്ങൾക്ക് കാണണ്ടേ? കാണിച്ചു തരാം. നമ്മുടെ തലക്കിട്ടൊരു മേട്ട് തന്നിട്ട് ക്യാമറമാൻ ഒരു അവാർഡ് കൊടുക്കാൻ തോന്നില്ലേ? എല്ലാം ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് പോണ്ടിച്ചേരിയിലെ ഈഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. പോണ്ടിച്ചേരിയിൽ ഈഫിൽ ടവറോ എന്നല്ലേ ആലോചിച്ചത്? ഉണ്ട്, പറഞ്ഞുതരാം. ഇതിലല്ല, അടുത്ത വീഡിയോയില്. കാരണം സമയം തീരെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ബോർ അടിച്ചിട്ടില്ലെങ്കിൽ കൂടെ കുടിക്കും. ബൈ.